തമിഴ്നാട്ടിൽ വിജയുടെ ടി.വി.കെ മന്ത്രിസഭയിൽ ഭൂരിപക്ഷം തികഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും ആ തമിഴ്നാട് മന്ത്രിസഭയുടെ പോക്ക്? എങ്ങനെയായിരിക്കും? രാഷ്ട്രീയത്തിന്റെ ഭാവി എന്തായിരിക്കും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വിജയുടെ തമിഴക വെട്രിക്കഴകം നിയമസഭയിൽ, തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞു. 108 സീറ്റുകൾ. ഒരു കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ 107 ഉള്ളൂ. കാരണം 2 സീറ്റുകളിൽ വിജയ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അത് ഒരു സീറ്റ് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരും. അതുകൊണ്ട് കണക്കെടുക്കുമ്പോൾ 107 സീറ്റുകളെ കണക്കാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ തമിഴക വെട്രിക്കഴകം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭൂരിപക്ഷം തെളിയിക്കുവാനായി നിയമസഭയെ സമീപിച്ചു. 144 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതായത് CPI, CPIM, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വിടുതലൈ സിരത്തെ കക്ഷികൾ, ഇത്രയും രാഷ്ട്രീയ കക്ഷികൾ നേരത്തെ തന്നെ ഈ ഒരു ഭൂരിപക്ഷം തെളിയിക്കുന്ന ദിവസത്തിന് മുൻപ് തന്നെ തങ്ങൾ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം കോൺഗ്രസും 5 സീറ്റുകളുമായി കോൺഗ്രസും. അതുകൂടാതെ AIADMK രണ്ടായി പിളർന്ന് ഏതാണ്ട് 24ഓളം MLA-മാർ ഇന്നലെ വിജയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇനി അവരെ അയോഗ്യരാക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. നിയമസഭാ സ്പീക്കർക്ക് AIADMKയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷി നേതാവായ എടപ്പാടി പളനിസ്വാമി കത്ത് നൽകുമോ, അതെല്ലാം കണ്ടറിയണം. ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമോ, എല്ലാം കണ്ടറിയേണ്ട കാര്യം. പക്ഷേ ഇപ്പോൾ വിഷയം വിജയിയാണ്. വിജയ് എന്തായാലും ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞു. അടുത്ത 6 മാസങ്ങൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ സുരക്ഷിതമാണ്. ഇനി ഒരു അവിശ്വാസ പ്രമേയം വരണമെന്നുണ്ടെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷമേ നിയമപരമായി അതിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയാണ് വിജയുടെ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ അളക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണേണ്ടിയിരിക്കുന്നത്.